ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു പാർട്ടി വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു ചിക്കൻ ഫ്രൈ കാണിക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടില്ലായിരുന്നു. ആ ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. പാർട്ടിയിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ഈ ഒരു ചിക്കൻ ഫ്രൈ. അതുപോലെ തന്നെ ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി എൻ്റെ ഉപ്പ പറഞ്ഞു തന്നതാണ്. ഉപ്പയുടെ റെസിപ്പിയാണത്. ഉപ്പ പറഞ്ഞു തന്നിട്ട് ഞാൻ അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. ഈ ഒരു ചിക്കൻ പീസ് നല്ല സോഫ്റ്റായിട്ട്, അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഇതിലേക്കുള്ള ഒരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 10 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 15 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി തൊലിയൊന്നും കളയാതെ തൊലിയോട് കൂട്ടിയിട്ട് നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ്. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുക്കുന്നത്. ഇനി വേണ്ടത് അല്പം കറിവേപ്പിലയാണ്. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇത് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾ ഏതിലാണോ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്യുന്നത് ആ ഒരു സെയിം പാത്രത്തിലേക്ക് തന്നെ ഇതൊന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂണും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതുപോലെ എരിവുള്ള മുളക് പൊടി ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് തൈരാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. ഞാനിവിടെ 2 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ ഒരു പാർട്ടിയിലേക്കാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് മുട്ടയുടെ എണ്ണത്തിൽ വ്യത്യാസം വരുത്താം. ഇനി ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല പോലെ ഇതെല്ലാം ഒന്ന് മിക്സായി കിട്ടണം. തൈരും അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് വ്യത്യാസം വരുത്താം, തൈരിൻ്റെ അളവിലും. അങ്ങനെ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് കോൺഫ്ലോറാണ്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് മൈദാമാവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1/4 കപ്പിലും താഴെയായിട്ട് അരിപ്പൊടിയാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു പൊടികളൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു മസാലയിൽ മിക്സായി കിട്ടണം. നല്ല പോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു മസാലയിലേക്ക് കോൺഫ്ലോറും അരിപ്പൊടിയും മൈദാമാവും ഒക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിൽ ഉപ്പോ അതുപോലെ എരിവോ പുളിയൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസായിട്ട് അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ചിക്കൻ പീസെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. ചിക്കനെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ചിക്കനൊക്കെ ഒരു മസാലയിൽ കോട്ടായി കിട്ടണം. അതുവരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനെല്ലാം ഇവിടെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനി നിങ്ങൾക്ക് വൈകുന്നേരത്തേക്കാണെങ്കിൽ രാവിലെ തന്നെ ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട്
വൈകുന്നേരം എടുത്ത് ഫ്രൈ ചെയ്താൽ മതി. ഇങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അധിക ടൈം വെക്കുമ്പോഴാണ് ഇതിൽ ആ ഒരു മസാലകളൊക്കെ നല്ല രീതിയിൽ തന്നെ ചിക്കനിൽ പിടിച്ചിട്ട് ചിക്കൻ്റെ ആ ഒരു ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ടൈമില്ല എങ്കിൽ അരമണിക്കൂറെങ്കിലും ഒന്ന് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം മാത്രം ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിവിടെ ചിക്കൻ ഒരു 5 മണിക്കൂറിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോരോ ചിക്കൻ പീസായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഓയിൽ നല്ല രീതിയിൽ തന്നെ ചൂടായി വരണം. അതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ പീസ് നമ്മൾ ഈ പാനിൽ അടിയിൽ ഒട്ടിപ്പിടിക്കും, കറക്റ്റായിട്ട് കുക്കായി കിട്ടില്ല, അതുപോലെ കരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് നല്ല പോലെ തന്നെ ഓയിൽ ചൂടായതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാ ചിക്കൻ പീസും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു ചിക്കൻ പീസൊക്കെ മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചിക്കൻ നമ്മൾ ഈ ഒരു ഓയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇത് തിരിച്ചിടുക. നമ്മൾ ഇതിലേക്ക് ചിക്കന് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഇത് തിരിച്ചിട്ടാൽ ഇതിൻ്റെ ആ ഒരു കോട്ടിങ്ങൊക്കെ അതിൽ ആ ഒരു മസാല നമ്മൾ ആ ഒരു അരിപ്പൊടിയും കോൺഫ്ലോറൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു കോട്ടിങ്ങൊക്കെ ഇളകി പോകും. അതുകൊണ്ട് അത് നല്ല പോലെ തന്നെ ശ്രദ്ധിക്കുക. അങ്ങനെ ഇതാ ചിക്കന് ഒരു ഭാഗം ഒന്ന് കുക്കായി വന്നപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 സൈഡും നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്കായി കിട്ടണം. അങ്ങനെ ചിക്കനെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു ചിക്കൻ ഫ്രൈ. ആ ഒരു പാർട്ടിയിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ഈ ഒരു ചിക്കൻ ഫ്രൈ. ഈ ഒരു ചിക്കൻ ഫ്രൈയിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു മസാലക്കൂട്ട്, ആ ഒരു മല്ലിയിലയും ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു മസാലക്കൂട്ട് ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ഒരു ചിക്കന് കൊടുക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്ത് നോക്കൂ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ചിക്കൻ പീസൊക്കെ അതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റാണ്, നല്ല ജ്യൂസിയാണ് കേട്ടോ അതിൻ്റെ ഉൾഭാഗം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരോടും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.